ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ നിർണായക വാദം പുരോഗമിക്കുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിലാണ് വാദം. ബലാത്സംഗത്തിനും ഗർഭചിത്രത്തിനും രാഹുലിനെതിരെ തെളിവുകളുണ്ട് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതിക്കാർ രംഗത്ത് വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യത്തെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയാണ്. എന്നാൽ തനിക്കെതിരായ പരാതി വ്യാജമെന്നും CPM BJP ഗൂഢാലോചന എന്നുമാണ് രാഹുലിന്റെ വാദം. ഷഫീദ് റാവുത്തർ കോടതി പരിസരത്തുനിന്ന് വിശദാംശങ്ങൾ നൽകും. ഷഫീദ്, വാദം തുടരുകയാണോ അതോ ഉച്ചഭക്ഷണത്തിന് കോടതി പിരിഞ്ഞോ? എന്താണ് ഇതുവരെ കോടതി മുറിയിൽ സംഭവിച്ചത്? വിജയകുമാർ, നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡിജിറ്റൽ രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ, അതിൽ വാദപ്രതിവാദങ്ങൾ നടക്കവേ ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുന്ന നീക്കത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതാണ്ട് 11:40 രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കേസ് കോടതി പരിഗണിക്കുന്നത്. അതിനുശേഷം ഇത്രയും മണിക്കൂർ, 1 മണിക്കൂറിലധികം അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ നടപടികൾ തുടരുകയാണ്. നേരത്തെ ആദ്യം പരിഗണിച്ചത് ഇരുഭാഗത്തിന്റെയും, പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അടച്ചിട്ട മുറിയിൽ ഈ കേസ് കേൾക്കണം എന്നുള്ള ആവശ്യമായിരുന്നു. ഹർജി പരിഗണിച്ചത് അനുവദിച്ച ശേഷമാണ് 11:40 മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദപ്രതിവാദങ്ങൾ തുടങ്ങിയത്. പ്രോസിക്യൂഷനും പ്രതിഭാഗവും സമാനമായി ഒരേപോലെ അവരുടെ വാദങ്ങൾ ശക്തമായി തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഇവയായിരുന്നു. അതായത് നിർബന്ധിത ഗർഭചിത്രം നടത്തിയതിന് തെളിവുകളുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആദ്യം വാദിച്ചത്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ കാരണമായേക്കാമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. കൂടാതെ പോലീസ് റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. പ്രതിക്കെതിരെ മെഡിക്കൽ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ഉണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഗർഭചിത്രത്തിനും അതേപോലെ നിർബന്ധിത അശാസ്ത്രീയ ഗർഭചിത്രത്തിനും ബലാത്സംഗത്തിനും രാഹുലിനെതിരെ തെളിവുകൾ ഉണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതിനിടെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തനിക്കെതിരായ ആരോപണങ്ങളും കേസും രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ കോടതിയെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആ ഘട്ടത്തിലാണ് പ്രോസിക്യൂഷൻ അവരുടെ വജ്രായുധം എടുത്ത് പ്രയോഗിച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികൾ വന്നിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് ലഭിച്ച പരാതി സംസ്ഥാന പോലീസ് മേധാവി വഴി ഈ അതിജീവിതക്കെതിരെയുള്ള കേസ് അന്വേഷിക്കുന്ന അതേ സംഘത്തിന് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ അപ്പോൾ കോടതിയെ ധരിപ്പിക്കുന്ന കാര്യമുണ്ടായി. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ സീൽഡ് കവർ പരിശോധിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. ഗർഭചിത്രത്തിന് ആവശ്യപ്പെട്ടത് പെൺകുട്ടിയാണെന്നുള്ള ചില കാര്യങ്ങൾ പറയുന്ന സീൽഡ് കവറിലെ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കില്ലെന്ന് വീണ്ടും പ്രോസിക്യൂഷൻ എതിർവാദം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. രാഹുൽ ഈ ഘട്ടത്തിൽ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ട്. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ്. മാത്രവുമല്ല, ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനത്തിന് പുറത്ത് ഒളിവിൽ കഴിയുകയാണ്. പിന്നെ എങ്ങനെ ഇയാൾ അന്വേഷണവുമായി സഹകരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. കോടതി പറയുന്ന ഏത് നിബന്ധനയും അംഗീകരിക്കാമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞതോടുകൂടിയാണ് ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കോടതി കടന്നിട്ടുള്ളത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കടന്നിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ മറ്റു ചിലത് ഇങ്ങനെയായിരുന്നു. അതിജീവിത ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ബലാത്സംഗം ചെയ്തു. ശേഷം നിർബന്ധിത ഗർഭചിത്രം നടത്തിയത് അശാസ്ത്രീയമായിട്ടാണ്. അതിജീവിതയെ രാഹുൽ ക്രൂരമായി ഉപദ്രവിച്ചു. അതിജീവിതയെ കടുത്ത മാനസിക സംഘർഷങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിവിട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ച് പ്രതിഭാഗ അഭിഭാഷകൻ പറഞ്ഞത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത്. രാഹുലിനെതിരെ നടക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. പരാതിക്കാരി ചാറ്റുകളും കോളുകളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗവും പറഞ്ഞു. അങ്ങനെ തിരിച്ചടി എന്ന രീതിയിൽ അടച്ചിട്ട മുറിയിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. അതിനിടയിലാണ് ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചപ്പോൾ ഡിജിറ്റൽ രേഖകൾ പരിശോധിച്ചു വരുന്നത്. സാധാരണ ഇത്തരം കേസുകൾ സെഷൻസ് കോടതിയിൽ വരുമ്പോൾ കാര്യമായ സമയമെടുത്തൊരു വാദപ്രതിവാദം കൊടുക്കില്ല. എന്നാൽ ഈ കേസ് പ്രത്യേകമായി കണ്ട് തിരുവനന്തപുരം സെഷൻസ് കോടതി ഇക്കാര്യത്തിൽ ആഴത്തിൽ പരിശോധന, അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളും സമർപ്പിച്ചിട്ടുള്ള ഡിജിറ്റൽ രേഖകളടക്കം ആഴത്തിലുള്ള പരിശോധന നടത്തുന്നത്. വിജയകുമാർ. ഷഫീദ്, സാധാരണ ഒരു ജാമ്യാപേക്ഷയിൽ ആ കേസിന്റെ മെറിറ്റിലേക്ക് ആഴത്തിൽ കടന്ന് പരിശോധന നടത്താറില്ല മുൻകൂർ ജാമ്യാപേക്ഷകളിൽ സാധാരണ. പക്ഷേ ചിലപ്പോൾ കോടതിക്ക് വ്യത്യസ്ത പാരാമീറ്ററുകൾ ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യും. ഈ കേസിൽ വലിയ മാധ്യമ ശ്രദ്ധയും ഒക്കെ ഉള്ളതാണ്. വളരെ ഗൗരവത്തോടു കൂടി കോടതി അത് പരിഗണിക്കുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറിലധികമായി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയാണ്. ഇതിൽ ഇതുവരെ വന്ന തെളിവുകൾ മുഴുവൻ കോടതി പരിശോധിക്കുന്നുണ്ട് എന്നാണോ? അടച്ചിട്ട കോടതിയിലാണ് വാദം നടക്കുന്നതെങ്കിലും പ്രോസിക്യൂഷനും പ്രതിഭാഗവും കൊടുത്ത വിവരങ്ങൾ, തെളിവുകൾ, ഡിജിറ്റൽ രേഖകൾ അടക്കം ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഘട്ടത്തിൽ പരിഗണിക്കുന്നത് കുറച്ച് അസാധാരണ സാഹചര്യമാണെന്ന് തോന്നുന്നു, അല്ലേ? സാധാരണ ഈ ജാമ്യം ഇപ്പോൾ കൊടുത്താൽ
അത് ഏതൊക്കെ തരത്തിൽ കേസിനെ ബാധിക്കും, അല്ലെങ്കിൽ അത് ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കും എന്നതൊക്കെയാണ് സാധാരണഗതിയിൽ പരിശോധിക്കുക. പക്ഷേ അതിനപ്പുറത്തേക്ക് തെളിവുകളൊക്കെ പരിശോധിച്ച് വളരെ വിശദമായി തന്നെ അതിൽ തീരുമാനമെടുക്കാൻ ഒരുങ്ങുന്നു കോടതി എന്ന് വേണം നമ്മൾ കരുതാൻ, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം സെഷൻസ് കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ അത് അപൂർവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പീഡന കേസ് അതല്ലെങ്കിൽ ഭ്രൂണഹത്യ കേസൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ ഈ പരാതിക്കാരുടെ മൊഴിയുടെ സ്ട്രെങ്ത്നെസ്, അതായത് അവരുടെ മൊഴി എത്രത്തോളം ശക്തമാണ്, പോലീസ് അതുവരെ ശേഖരിച്ച തെളിവുകൾ, പോലീസ് റിപ്പോർട്ട്, ഇതാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക കേസായി കോടതി പരിഗണിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു മണിക്കൂറിലധികം വാദപ്രതിവാദം നടക്കുകയും അതിനുശേഷം കോടതി ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോസിക്യൂഷന് മുൻപിൽ കൃത്യമായിട്ടുള്ള ക്രസുകൾ പലതരത്തിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ നിലവിൽ ഒളിവിൽ കഴിയുന്നു, സംസ്ഥാനത്തിന് പുറത്തെന്നുള്ള വാദം. രണ്ടാമത്തേത്, ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് തെളിയിക്കാൻ ഇന്നലെ അടക്കം പുറത്തേക്ക് വന്ന പുതിയ പരാതി, ആ പരാതിക്കാരുടെ വിവരങ്ങൾ, ആ പരാതിയിൽ പോലീസ് എടുക്കുന്ന ആക്ഷൻസ്, ആ പരാതി കറങ്ങിത്തിരിഞ്ഞ അവസാനം ഈ പ്രത്യേക സംഘത്തിന്റെ കയ്യിൽ തന്നെ വന്നു ചേർന്നു എന്നുള്ള കാര്യം, അതും ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമാണെന്നുള്ള കൂട്ടിച്ചേർക്കലുകൾ, അതൊക്കെ ഉണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, ഈ പോലീസ് ഈ അന്വേഷണം ആരംഭിച്ച് പെൺകുട്ടിയുടെ മൊഴിയിൽ കേസെടുത്ത ശേഷം അന്വേഷണം ആരംഭിച്ച് അവർ ശേഖരിച്ച തെളിവുകളാണ്. അതിലാണ് ഈ പറയുന്നത് അശാസ്ത്രീയ ഗർഭചിത്രം നടത്തിയതിന് കൊടുത്ത ടാബ്ലറ്റുകളുടെ വിവരങ്ങൾ, അതിനുശേഷം ഈ പെൺകുട്ടിയെ ചികിത്സിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മൊഴികൾ, ആശുപത്രി വിവരങ്ങൾ, ഈ ആശുപത്രിയുടെ ചികിത്സാ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതും പോലീസ് റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഇതിലേറെ പ്രധാനം, ഈ വാദപ്രതിവാദത്തിന്റെ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്നും ഒക്കെ പറഞ്ഞ പ്രോസിക്യൂഷൻ വാദിച്ചത് പാലക്കാട്ടെ രാഹുൽ മാങ്കുട്ടത്തലിന്റെ ഫ്ളാറ്റിലെ CCTV DVR അതടക്കമുള്ള കാര്യങ്ങൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ, അതല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത നിലയിൽ കാണപ്പെട്ടു, അന്വേഷണ സംഘത്തിന് അതിനകത്തുനിന്ന് വിവരമെടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത്. അതിനുശേഷമാണ് ഈ ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുന്നത്. ഈ ഡിജിറ്റൽ രേഖകളുടെ പരിശോധന നിർണായകമായി മാറും. കാരണം ഈ പെൺകുട്ടിയും സമാനമായ ചില ഡിജിറ്റൽ രേഖകൾ, അത് വാട്സപ്പ് വിവരങ്ങൾ, ശബ്ദ സന്ദേശങ്ങൾ, ഫോൺ വിവരങ്ങൾ, ഈ പെൺകുട്ടി മറ്റു ചിലരുമായി സംസാരിക്കുന്നതിന്റെ, അവർ വളരെ വൈകാരികമായി സംസാരിക്കുന്നതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് റിപ്പോർട്ടിൽ കോടതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കുട്ടത്തിൽ സീൽഡ് കവറിൽ കൊടുത്ത കാര്യങ്ങളുടെ ആധികാരികത ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വിവരങ്ങളും സ്വാഭാവികമായും കോടതി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുക. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിന് ഒരു വലിയ മാധ്യമ അറ്റൻഷൻ ഉണ്ട്, ഒരു മീഡിയ അറ്റൻഷൻ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതും കോടതിയിൽ പ്രോസിക്യൂഷൻ ധരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഈ പെൺകുട്ടിക്ക് പുറമെ കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയും, ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് തുടർച്ചയായി 2 പരാതികൾ ഈ അന്വേഷണ സംഘത്തിന് തന്നെ ലഭിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിരത്തിയാണ് പ്രോസിക്യൂഷൻ ആന്റിസിപ്പേറ്ററി ബെയിലിനെ തടസ്സപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ല. കാരണം ഇനിയും തെളിവ് ശേഖരണം ബാക്കിയുണ്ട്. ഈ കേസിന്റെ ഇനിഷ്യൽ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഈ കേസിലെ പ്രധാന പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ, മുൻകൂർ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഈ പ്രതി പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കാനും അതേപോലെ തന്നെ പരാതിക്കാരിയെ തന്നെ ഇക്കാര്യത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ മിസ്ലീഡ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവർത്തിച്ച് വാദിക്കുന്നത്. ഏതായാലും അതടക്കമുള്ള വാദമുഖങ്ങൾ കോടതി പരിഗണിക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. ഒരു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട് തിരുവനന്തപുരം സെഷൻസ് കോടതി ജഡ്ജി ഈ കേസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുകയാണ് കഴിഞ്ഞ 20 മിനിറ്റ് നേരമായി. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.